അല്ല, എല്ലാവരും കളിക്കാൻ എളുപ്പമാണ്. കളി കാണാൻ ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വർഷം എന്തോ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന കേരള ടീമിന് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രഷർ സിറ്റുവേഷൻസിൽ നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ക്രഞ്ച് സിറ്റുവേഷൻസേ കാണും. ഇപ്പോൾ ഈ സമയത്ത് ഈ വിക്കറ്റ് കിട്ടിയാൽ കൊള്ളായിരിക്കും, ഇപ്പോൾ ഈ സമയത്ത് ഈ വിക്കറ്റ് പോകാൻ പാടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസൊക്കെ നമ്മൾ എല്ലാ നോക്കൗട്ട്സും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ സാർ. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ മുതൽ സെമി ഫൈനൽ മുതൽ നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനൽ ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 80 റണ്ണ് നമ്മുടെ സൽമാൻ നിസാറും ബേസിൽ തമ്പിയൊക്കെ അടിച്ചു. അപ്പോൾ എല്ലാ ക്രൂഷ്യൽ സമയത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സും സീനിയർ പ്ലേയേഴ്സും എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു സീസണിൻ്റെ ഒരു പാറ്റേൺ ആണല്ലോ ഇത്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി സെമി ഫൈനലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീല് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ ഒരു സിനിമ ക്ലൈമാക്സ് പോലെ നമ്മുടെ സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റാണ് നമ്മൾ അവസാനം കളി ജയിപ്പിച്ചത്. അപ്പോൾ എന്തോ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ എന്തോ നല്ലൊരു കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ സന്തോഷമുണ്ട്.